നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന വിഷയം 2026 പുതുവർഷത്തിൽ അവിട്ടം നക്ഷത്രക്കാർക്കുണ്ടാവുന്ന നക്ഷത്രഫലമാണ് ഞാൻ ഇന്ന് ഈ വിഷയം ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ എല്ലാ കൊല്ലവും പുതുവർഷത്തിൽ പുതുവർഷ ഫലം ഇടാറുണ്ട്. അതേപോലെ ഇപ്രാവശ്യവും പുതുവർഷ ഫലം ഇടുകയാണ്. അതുകൂടാതെ തന്നെ എല്ലാ മാസവും ഞാൻ മാസഫലം ഇടാറുണ്ട്, ആഴ്ചഫലം ഇടാറുണ്ട്. അതുകൂടാതെ എല്ലാ ദിവസങ്ങളിലും എൻ്റെ വീഡിയോ എൻ്റെ ചാനലുകളിൽ വരുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട്, കമന്റുകൾ ഇടാറുണ്ട്, എനിക്ക് നിർദ്ദേശങ്ങളും തരാറുമുണ്ട്. അപ്പം നിങ്ങൾ തരുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമാണ് ഈ ചാനലിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തരുന്ന ആ സ്നേഹവും അതേപോലെയുള്ള നിർദ്ദേശങ്ങളും എല്ലാം എൻ്റെ തുടർന്നുള്ള ഈ ചാനലിന്റെ പുരോഗതിക്ക് ഏറ്റവും ഉപകാരമായി തീരുമെന്നുള്ള ആത്മവിശ്വാസവും എനിക്കുണ്ട്. അപ്പൊ ഞാൻ നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. അവിട്ട നക്ഷത്രക്കാരുടെ ഈ നക്ഷത്രഫലം 2026 അവിട്ടം നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഗുണാനുഭവങ്ങൾ കിട്ടും, അല്ലെങ്കിൽ അഥവാ എന്തെങ്കിലും ദോഷങ്ങൾ അവർക്കുണ്ടോ, ഇതെല്ലാം നമുക്ക് സവിസ്തരം നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇവിടെ പറയുന്നതാണ്. ഈ അവിട്ടം നക്ഷത്രക്കാരുടെ ഗോചരപരമായിട്ടുള്ള ഫലമാണ് പറയുന്നത്. ഗോചരം എന്ന് പറഞ്ഞാൽ 4 ഗ്രഹങ്ങളെ കൊണ്ടാണ് കൂടുതലും ഗോചരഫലം കിട്ടുന്നത്. ഒന്ന് വേഴഗ്രഹത്തെ കൊണ്ട്, മറ്റൊന്ന് ശനിഗ്രഹത്തെ കൊണ്ട്, വേറൊന്ന് രാഹുഗ്രഹത്തെ കൊണ്ട്, മറ്റൊരു ഗ്രഹം കേതുഗ്രഹമാണ്. അപ്പൊ രാഹു, ശനി, കേതുക്കൾ, ഇങ്ങനെയുള്ള 4 ഗ്രഹങ്ങൾ ഗോചരപരമായിട്ട് ഓരോ രാശികളിൽ നിന്നുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളും മറ്റ് രാശികളിൽ നിൽപ്പുണ്ട്. എന്നിരുന്നാലും കൂടുതൽ ഫലപ്രാപ്തി തരുകയും കൂടുതൽ ഗോചരഫലം തരികയും ചെയ്യുന്ന, നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഫലങ്ങൾ തരികയും ചെയ്യുന്ന ഈ 4 ഗ്രഹങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ 4 ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ച്, ഓരോ രാശിയിലുള്ള നിൽപ്പനുസരിച്ച് ആണ് ഫലം നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാനിത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാവുന്നതിന് വേണ്ടിയാണ്. ചിലർക്ക് അങ്ങനെ ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കമന്റ് ചിലപ്പോൾ കിട്ടാറുണ്ട്. അതെങ്ങനെ ഇടാണ്, അത് അങ്ങനെ പറയേണ്ടി വന്നത് കാരണം ഈ വെറുതെ വീഡിയോ കണ്ടുപോയിട്ട് കാര്യമില്ല. അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കണം, അത് മനസ്സിലാക്കണം എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അത് സവിസ്തരം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ 2026 ഈ പുതുവർഷത്തിൽ ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന നക്ഷത്രഫലം എന്താണ്? ഈ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാട നക്ഷത്രം, ഉത്രാടമല്ല, അവിട്ടം നക്ഷത്രം. ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് അവര് വരുന്നത് 2 രാശികളിലാണ്. അവിട്ടം നക്ഷത്രക്കാര് 2 രാശികളിലായിട്ട് വരുന്ന നക്ഷത്രമാണ്. അവിട്ടം മകരക്കൂറിലും ബാക്കി അവിട്ടം കുംഭക്കൂറിലുമാണ് വരുന്നത്. ഇവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ ഗുണമുള്ള ഒരു വർഷമാണ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ, നല്ല ഒരു പുതുവർഷം ഇവരെ കാത്തിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആദ്യ വർഷം തന്നെ ഇവർക്ക്, അതായത് വർഷത്തിന്റെ ആദ്യം തന്നെ ഇവർക്ക് ചില തടസ്സങ്ങൾ വരുമെങ്കിലും പിന്നീടുള്ള സമയങ്ങളിൽ അത് മാറിക്കിട്ടുന്നതായി നമുക്ക് അനുഭവത്തിൽ വരും. ധനപരമായി നേട്ടങ്ങളുണ്ടാവുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. ഇവരെ പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്നൊക്കെ ഇവർക്ക് ധനനേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഇവരെ തേടി വരുന്നത്. പ്രവൃത്തിപരമായ ഗുണങ്ങൾ കിട്ടുന്ന ഒരു വർഷമാണ്. പ്രവൃത്തി ഗുണം കിട്ടും, കാര്യവിജയങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു വർഷമാണ്. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. അത് ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒക്കെ ഗുണാനുഭവങ്ങൾ കിട്ടാവുന്ന ഒരു വർഷമാണ്.
സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റങ്ങൾ കിട്ടാവുന്ന ഒരു സമയമാണ്. അവർ ഉദ്ദേശിക്കുന്ന സ്ഥാനമാനങ്ങൾ കിട്ടാവുന്ന ഒരു സമയമാണ്. ചിലവർക്ക് ഈ ഉദ്യോഗസ്ഥരായ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പറ്റിയ ഒരു വർഷമാണ് 2026. ഇവരെ സംബന്ധിച്ച് സന്തോഷവും മനസ്സമാധാനവും കിട്ടുന്ന ഒരു വർഷമാണ് 2026. ബന്ധുക്കൾ വഴി ഇവരുടെ ബന്ധുക്കൾ വഴി ഇവർക്ക് സഹായങ്ങൾ കിട്ടുന്ന ഒരു വർഷവും കൂടിയാണ്. സമാധാനവും സന്തോഷവും ഇവർക്ക് കുടുംബത്തിലുണ്ടാവുകയും ചെയ്യും. മനസ്സമാധാനത്തോടുകൂടി കുടുംബാന്തരീക്ഷം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുന്ന ഒരു വർഷമാണ്. വാക്ക് തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്ക് തർക്കങ്ങൾ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വാക്ക് തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്ത് കാര്യത്തിലും എടുത്തുചാട്ടം നടത്താൻ പാടില്ല. വാക്കുകളിൽ മിതത്വം പാലിക്കുകയും നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടാൻ തുനിയുകയും ചെയ്യുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാൽ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ദോഷാനുഭവങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. അതേപോലെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അപകടത്തിൽ നിന്ന് അപകടം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള, അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി യാത്രകൾ ചെയ്താൽ തീർച്ചയായിട്ടും ആ അപകടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ സാധിക്കും. കാരണം ഒരു മുൻകരുതൽ, ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. അതായത് യാത്രാ സമയത്തെല്ലാം ഒരു മുൻകരുതലോടെ യാത്ര ചെയ്താൽ തീർച്ചയായിട്ടും ആ അപകടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ്. പേരും പെരുമയും അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു വർഷമാണ് ഈ അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ പുതുവർഷത്തിൽ വരാൻ പോകുന്നത്. ഈശ്വരാനുഗ്രഹം ഇവർക്ക് കിട്ടാവുന്ന ഒരു വർഷമാണ്. ഇവര് ഈശ്വരാനുഗ്രഹത്താൽ ഇവർക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയ ഒരു വർഷം കൂടിയാണ്. ഈ 2026 നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷാനുഭവങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ദൈവികമായ വഴിപാടുകളിലൂടെ, ക്ഷേത്ര ദർശനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കത് കഴിയുന്നതും അതിൽ നിന്നും മുക്തി നേടാൻ, ആ ദോഷത്തിൽ നിന്നും മുക്തി നേടാൻ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ എല്ലാം കഴിയും നിങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ എന്തെങ്കിലും ദോഷാനുഭവങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ വേഴഗ്രഹത്തിനെ പ്രസാദിപ്പിക്കണം. വേഴഗ്രഹം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ ജ്യോതിഷത്തിലൊരു കാര്യങ്ങളുമുണ്ട്. ജ്യോതിഷപരമായി അങ്ങനെ ഒരു കാര്യമുണ്ട്. വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കുന്നു. അതുകൊണ്ട് വേഴഗ്രഹത്തെ പ്രസാദിപ്പിച്ച് നിങ്ങൾക്ക് ദോഷാനുഭവത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. ഈ വേഴഗ്രഹത്തെ എങ്ങനെയാണ് പ്രസാദിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, വേഴഗ്രഹത്തിന്റെ ദേവതമാർക്ക് വഴിപാടുകളും നിവേദ്യങ്ങളും പ്രാർത്ഥനകളും നടത്തണം. ആരാണ് ദേവതമാര്? മഹാവിഷ്ണുവും കൃഷ്ണനുമാണ് വേഴഗ്രഹം. അപ്പൊ ഇവരെ പ്രസാദിപ്പിച്ചാൽ നിങ്ങളുടെ ദോഷാനുഭവത്തിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ കഠിനമായ ദോഷാനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ഈ പക്കപ്പിറന്നാളിന് ഓരോ പക്കപ്പിറന്നാളിനും ഒരു 3 എണ്ണമെങ്കിലും അടുപ്പിച്ച് ചെയ്യണം. നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തണം. മറ്റ് ഗ്രഹങ്ങളുടെ ഏതെങ്കിലും ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ദോഷാനുഭവങ്ങൾ തരുന്നുണ്ടെങ്കിൽ ആ ഗ്രഹത്തെ പ്രസാദിപ്പിക്കുന്നതിനും കൂടി വേണ്ടിയാണ് നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തിയാൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം നിങ്ങൾക്ക് ഗുണാനുഭവം കിട്ടും. അപ്പൊ അങ്ങനെ 2026 എന്തെങ്കിലും വിധത്തിൽ ദോഷാനുഭവങ്ങൾ നിങ്ങൾക്ക് വരാനിടയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തി അതിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കുന്നതാണ്. ഈ അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചുള്ള 2026 ഈ പുതുവർഷ ഫലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.